വെൽക്കം. തഹിമനാണ്. ഇത് നമ്മൾ ആന്റി കോളിനർജിക്സ് യൂസ്ഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. സോ ആന്റി കോളിനർജിക്സ് ആസ് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ്, അതാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ തലച്ചോറിലെ വിവിധ ഗാംഗ്ലിയാസ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയ എന്ന് തന്നെ പറയണം, വിവിധ ന്യൂക്ലിയകളുടെ ഒരു കൂട്ടം പല സ്ഥലങ്ങളിലായിട്ടിരുന്നിട്ട് അവ പരസ്പര യോജിപ്പോടെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ. ഇതൊരൊറ്റ ഒരു സ്ട്രക്ചർ അല്ല, പല ഭാഗങ്ങൾ കൂട്ടമായിട്ടിരുന്ന് ഇപ്പൊ ഇവിടെയും ഇവിടേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. സോ അതിനകത്ത് കോഡേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദെൻ ലെന്റിഫോം ന്യൂക്ലിയസിന്റെ ഭാഗമായിട്ടുള്ള പിട്ടാമൻ അല്ലെങ്കിൽ ഗ്ലോബസ് പാലിഡസ് ഇന്റേണ എക്സ്റ്റേണ. ദെൻ തലാമസ് ഉണ്ട്. ദെൻ മിഡ് ബ്രെയിനിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഭാഗമുണ്ട്. മിഡ് ബ്രെയിനിലെ തന്നെ തടിയിലിരിക്കുന്ന സബ് തലാമസ്. സോ ഇവയെല്ലാം കൂടിച്ചേർന്ന് ഒരുമിച്ച് പല ന്യൂറോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് വിളിക്കുന്ന ബ്രെയിനിലെ ഒരു കൂട്ടം, ഒരു സെന്റർ വർക്ക് ചെയ്യും. സോ ഇവിടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് വെച്ചാൽ പേശികളുടെ താളം അല്ലെങ്കിൽ ടോൺ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ടോൺ ഓഫ് ദ മസിൽ, എക്സ്റ്റേണൽ മസിൽസ്. രണ്ടാമത്തത് ഈ ടോണിന്റെ കൃത്യമായിട്ടുള്ള ചലനം ഏകീകരിക്കൽ, അതിനെ നിയന്ത്രിക്കൽ. സോ ടോണും ചലനവും നിയന്ത്രിക്കണം, കൃത്യമായിട്ട് ഏകീകരിക്കണം. സോ ഇവിടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര, ഇത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആയിട്ട് കൂട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഈ പിട്ടാമൻ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് വരുന്ന ന്യൂറോണുകൾ, അവ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. സോ ഡോപ്പമിൻ ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ പാർക്കിൻസൺസ് ഡിസീസ്. സോ ഡോപ്പമിൻ കുറയുകയാണെങ്കിൽ മസിൽ ടോൺ കുറയും, മസിൽ ടോൺ താഴത്തേക്ക് വരും. ദെൻ റിജിഡിറ്റി എന്ന് വെച്ചാൽ മുറുക്കം, ബലം. മസിൽ ടോൺ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ, മസിൽ കൺട്രാക്ട് ചെയ്യണം, റിലാക്സ് ചെയ്യണമെങ്കിൽ മാത്രമേ കൃത്യമായിട്ട്, കൺട്രാക്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ റിജിഡിറ്റി ആണ്. ദെൻ ബ്രാഡികൈനേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്കൈനേഷ്യ, ചലനം തുടങ്ങാനും അത് നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇരുന്നോടുന്നപ്പോൾ എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം പേശി ബലം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പേശി വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എഴുന്നേക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പേശി വർക്ക് ചെയ്യുന്നില്ല. സോ ഇതാണ് ഡോപ്പമിൻ, പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ റിലീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ. എപ്പോഴെങ്കിലും ഡോപ്പമിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ ഈ അസറ്റൈൽ കോളിൻ അവിടെ തന്നെ ഉണ്ട്. സോ അസറ്റൈൽ കോളിന്റെ അളവ് കൂടുതലായിട്ട് അനുഭവപ്പെടും. സോ അസറ്റൈൽ കോളിൻ കറസ്പോണ്ടിങ് ആയിട്ട് കൂടുകയും, സോ ഡോപ്പമിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലാതെ വരുമ്പോൾ അസറ്റൈൽ കോളിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ അസറ്റൈൽ കോളിൻ കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് വിറയൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റെസ്റ്റിംഗ് ട്രമർ എന്നാണ് പറയാ. വെറുതെ ഇരിക്കുമ്പോൾ മസിലുകൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റിംഗ് ട്രമർ എന്ന് പറയാം. സോ പിന്നെ അസറ്റൈൽ കോളിൻ കൂടുതൽ ഉണ്ടാവുന്ന മറ്റു ആക്ഷൻസ്, ഇപ്പൊ പ്രത്യേകം അല്ലെങ്കിൽ കാണാവുന്നത് തുപ്പൽ ഗ്രന്ഥികൾ കൂടുതലായിട്ട്, സലൈവേഷൻ, ഭയങ്കരമായിട്ട് സലൈവേഷൻ, വായിൽ നിന്ന് വരെയുമ്പോൾ അതേ വന്ന് ഡ്രൂളിംഗ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. വായിലൂടെ ഇങ്ങനെ തുപ്പൽ ഒഴുകുന്ന രീതിയിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. ഇതാണ് അസറ്റൈൽ കോളിന്റെ ആക്ഷൻ. സോ അസറ്റൈൽ കോളിൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ റെസ്റ്റിംഗ് ട്രമർ, വൈൽ ഡോപ്പമിൻ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ റിജിഡിറ്റി ആൻഡ് ബ്രാഡികൈനേഷ്യ. ഇത് മൂന്നുമാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: റിജിഡിറ്റി, ട്രമർ ആൻഡ് ബ്രാഡികൈനേഷ്യ. സോ നമ്മൾ ആന്റി മസ്കാർനിക് ഡ്രഗ് അല്ലെങ്കിൽ മസ്കാർനിക് ബ്ലോക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അട്രോപ്പിൻ കൊടുക്കാം. പക്ഷേ അട്രോപ്പിൻ നമുക്കറിയാം എന്താണ് പ്രശ്നം, ശരീരം മൊത്തം എല്ലായിടത്തും ആക്ഷൻ ആണ്, M1 to M5 ആക്ഷൻ ആണ്. നമുക്ക് അത്രയും ആക്ഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബ്രെയിനിൽ മാത്രം, തലച്ചോറിൽ മാത്രം സെൻട്രലി ആക്ടിംഗ് ആന്റികോളിനർജിക് ഡ്രഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെയിനിൽ മാത്രം, എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം നമുക്ക് ആക്ഷൻ കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ബെൻസ് ഹെക്സോൾ ആണ്. ബെൻസ് ഹെക്സോളിന് വേറൊരു പേര് കൂടി ഉണ്ട്, ട്രൈഹെക്സിഫെനിഡൈൽ എന്നോ ബെൻസ് ഹെക്സോൾ. പിന്നെ ഉള്ളത് ബൈപെരിഡൻ ആണ്, മൂന്നാമത്തത് ബെൻസ്ട്രോപ്പിൻ ആണ്, അട്രോപ്പിൻ പോലെ തന്നെയാണ് പേര്. നാലാമത്തെ ഉള്ളത് പ്രോസൈക്ലിഡിൻ. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ബേസൽ ഗാംഗ്ലിയ ആണ് പാർക്കിൻസോണിസവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എല്ലാം ബി ആണ്, ബേസൽ ഗാംഗ്ലിയ ബി. അടുത്തതും ബി പോലെ തന്നെ പി ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ദീസ് ആർ ദ ഡ്രഗ്സ് വി യൂസ് ടു കൺട്രോൾ ദ ഇൻക്രീസ്ഡ് അസറ്റൈൽ കോളിൻ ലെവൽ ഇൻ ദ ബേസൽ ഗാംഗ്ലിയ. ഇനി ഈ സെൻട്രലി ആക്ടിംഗ് ആന്റികോളിനർജിക് ഡ്രഗ്സിന്റെ ഉപയോഗം പാർക്കിൻസൺസ് ഡിസീസിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഏറ്റവും ആദ്യത്തെ ഉപയോഗം സെക്കൻഡറി പാർക്കിൻസൺസ് ഡിസീസിലാണ്. അപ്പൊ നമ്മൾ സെക്കൻഡറി
പാർക്കിൻസൺസ് ഡിസീസ് എന്താണെന്ന് അറിയണം. സെക്കൻഡറി പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ പറയുന്ന പേര് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. സോ പാർക്കിൻസോണിസം മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഏതൊക്കെ മരുന്നുകളാണ്? ആന്റിസൈക്കോട്ടിക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ആന്റിസൈക്കോട്ടിക്സ് മിക്കവാറെല്ലാം തന്നെ ഡോപ്പമിന്റെ D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യാം. D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകളാണ്. ഡോപ്പമിൻ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. അവിടെ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയും ഉണ്ട് ഡോപ്പമിൻ റിസപ്റ്റർ. സോ D2നെ ബ്ലോക്ക് ചെയ്യും. ഏതെല്ലാമാണ് ആന്റിസൈക്കോട്ടിക്? അത് നമ്മൾ ടിപ്പിക്കൽ എന്നും എട്ടിപ്പിക്കൽ എന്നും ഒക്കെ പറഞ്ഞാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ടിപ്പിക്കലിലെ ക്ലോർപ്രമാസിൻ CP, ക്ലോർപ്രമാസിൻ പോലെയുള്ള മരുന്നുണ്ട്, ഹാലോപെരിഡോൾ പോലെയുള്ള മരുന്നുണ്ട്. എട്ടിപ്പിക്കലിനകത്ത് നമുക്കുള്ളത് റെസ്പെരിഡോൺ പോലെയുള്ള മരുന്നുകൾ, ധാരാളം മരുന്നുകളുണ്ട് കേട്ടോ. സോ ഇവ വലിയ ഗ്രൂപ്പാണ്. ഈ മരുന്നുകളെല്ലാം തന്നെ D2 റിസപ്റ്ററിനെ ഇതാണ് കൂടുതലായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. ഇവയും ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കിൻസൺസ് ഡിസീസിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മരുന്ന് വെച്ചാൽ ലീവോഡോപ്പയാണ്. ലീവോഡോപ്പ എന്ന് വെച്ചാൽ ഡോപ്പമിൻ പോലെയുള്ള മരുന്നാണ്. പക്ഷേ ഓൾറെഡി D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ലീവോഡോപ്പ കൊണ്ടേ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സോ ലീവോഡോപ്പ ഈസ് ഇൻഎഫക്റ്റീവ് ഇൻ ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോണിസം. അപ്പൊ നമുക്ക് പിന്നെ അടുത്തുള്ള ചോയ്സ് ആണ് ആന്റി കോളിനർജിക് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ്. അവിടെ നമുക്ക് ആന്റി കോളിനർജിക് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ ബെൻസെക്സോളോ ബൈപെരിഡിനോ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഫേമസ് ബെൻസെക്സോളോ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബെൻസെക്സോളോ. ട്രൈഹെക്സിഫെനിഡൈൽ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മരുന്ന്. സോ ദീസ് ഡ്രഗ്സ് ആർ ഗിവൺ ഇൻ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസ്. ഓക്കെ, സോ ക്ലിയർ ആയി ഞാൻ കാര്യം. ഇനി രണ്ടാമത്തത് പ്രൈമറി പാർക്കിൻസൺസ് ഡിസീസ്. അതിൽ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും നമുക്ക് ഉപയോഗമുണ്ട്. കാരണം പാർക്കിൻസൺസ് ഡിസീസിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. റിജിഡിറ്റി ഉണ്ട്, എക്കൈനേഷ്യ ഉണ്ട്. മൂന്നാമത്തത് റെസ്റ്റിംഗ് ട്രമർ ആണ്. ട്രമർ ഇസ് ബിക്കോസ് ഓഫ് അസിറ്റൈൽ കോളിൻ കൂടുന്നതുകൊണ്ടാണ്. സോ ഇഫ് യു വാണ്ട് ടു കൺട്രോൾ റെസ്റ്റിംഗ് ട്രമർ വി ക്യാൻ ആഡ് ദിസ് ആന്റികോളിനർജിക് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഫോർ കൺട്രോളിംഗ് റെസ്റ്റിംഗ് ട്രമർ കുറയ്ക്കാം. സോ ഒരു 10 മുതൽ 25% വരെ പാർക്കിൻസൺസ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കിട്ടുന്നത് ഈ മരുന്നുകൾ കൊടുക്കുമ്പോഴാണ്. ദെൻ അനദർ വൺ വിച്ച് ഈസ് ഗ്രേറ്റ്ലി കൺട്രോൾഡ് ഈസ് സൈലേറിയ എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞാണ്. അമിതമായിട്ട് സലൈവറി ഗ്രന്ഥി ACH മൂലം ഉത്തേജിപ്പിച്ചിട്ട് വായിൽ നിന്ന് പറയുമ്പോൾ അതെങ്ങനെ ഡ്രൂളിംഗ് പോലെ വരുന്നതാണ്. സോ സൈലേറിയ ഈസ് ഗ്രേറ്റ്ലി കൺട്രോൾഡ്. സോ ഇത് രണ്ടും ഉപയോഗത്തിന് നമുക്ക് പ്രൈമറി പാർക്കിൻസൺസ് ഡിസീസിലും നമുക്ക് ഉപയോഗിക്കും. ഇനി ഈ മരുന്നുകളുടെ ദോഷഫലം, വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട് എന്ന് വെച്ചാൽ ഒന്ന് ഡിക്രീസ്ഡ് മെമ്മറി, ഓർമ്മക്കുറവ് ഉണ്ടാക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആട്രോപ്പിനൊക്കെ ഉള്ള അതേ സൈഡ് എഫക്ട് ആണ്. ഇമ്പയർമെന്റ് ഇൻ മെമ്മറി. ദെൻ ബ്ലേഡ് വിഷൻ, മിട്രിയാസിസ് ഉണ്ടാകുന്നവരെ കൊണ്ട് ബ്ലേഡ് വിഷൻ ഉണ്ടാക്കാം, കാഴ്ച മങ്ങുക. ദെൻ പിന്നെ മുതിർന്നവരിൽ കൂടുതലായിട്ട് മൂത്രം പിടിച്ചു വെക്കാം. ഓക്കെ, യൂറിനറി റിട്ടൻഷൻ അത് മുതിർന്നവരിൽ കൂടുതലായിട്ട് അത് പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാം. പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതും അങ്ങനെയൊക്കെയുള്ള അട്രോപ്പൻ സൈഡ് എഫക്ട് വേറെയുണ്ട്. സെക്രീഷൻസ് എല്ലാം ഡ്രൈ അപ്പ് ആക്കുന്നു. സോ ഇതിനെല്ലാം കൂടി നമ്മൾ ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് എന്നാണ് സാധാരണ പറയുക. ഈ എല്ലാ മരുന്നുകൾക്കും ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്. ഇനി വേറൊരു മരുന്ന് കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ പേര് അമൻറ്റാഡിൻ എന്നാണ്. അമൻറ്റാഡിൻ ഒരു NMDA ബ്ലോക്കർ ആണ്. NMDA ആന്റഗോണിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് ആണ്. സോ ഡോപ്പമിന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അസിറ്റൈൽ കോളിനെ ഈ ഡിക്രീസ് ചെയ്യുന്ന ആന്റി കോളിനർജിക് എഫക്ട് ഉണ്ട്. സോ ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ ആണ് ഡ്രഗ്. പക്ഷെ അതിനൊരു ആന്റി കോളിനർജിക് എഫക്ട് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ആന്റി കോളിനർജിക് എഫക്ട് കൂടിയുള്ള ഡ്രഗ് ആണ് നമുക്ക് അമൻറ്റാഡിൻ. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ചില ആന്റി ഹിസ്റ്റമിൻസുകൾ കൂടി പലപ്പോഴും ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, സം സർട്ടൻ ആന്റി ഹിസ്റ്റമിൻസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. സോ ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഡ്രഗ് സെൻട്രലി ആക്ടിംഗ് drugs, anti-cholinergic drugs which can used in Parkinson's disease. Okay, so thank you for listening.